ഹലോ, ഹായ്. അപ്പോൾ ഇന്നാണ് ഞാൻ പറഞ്ഞ ആ മതസൗഹാർദ്ദ കല്യാണം. കഴിഞ്ഞ ആഴ്ചത്തെ മധുരം വെപ്പ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ രണ്ട് മതത്തിൽപ്പെട്ടൊരു കല്യാണമായതുകൊണ്ട് രണ്ട് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തുകൊണ്ടാണ് ഈ കല്യാണം നടത്തുന്നത്. ആൾറെഡി നമ്മളെ മധുരം വെപ്പ് വീഡിയോ ഒരു ക്രിസ്ത്യൻ ആചാരങ്ങളെ പിൻപറ്റിക്കൊണ്ട് നടന്നതാണ്. അപ്പം ഇന്നത്തെ കല്യാണം ഹിന്ദു ആചാര രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ കല്യാണം വരുന്നത്. അപ്പം എല്ലാം അതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും. ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിതുപോലത്തെ രണ്ട് മതങ്ങൾ തമ്മിലുള്ള കല്യാണം ആകുമ്പോൾ സാധാരണയായി പെൺകുട്ടി ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ ചെറുക്കൻ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടും. അതുമല്ലെങ്കിൽ മാക്സിമം ചിലപ്പോൾ ഒരു റിസപ്ഷനും പിന്നെ ഒരു രജിസ്റ്റർ മാരേജും ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് എഫേർട്ട് എടുത്താണ് രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി ഒരു കല്യാണമായിട്ട് നടത്തുന്നത്. അങ്ങനെ കുടുംബക്കാരും കൂട്ടുകാരും ഉൾപ്പെടെ ഉള്ള ഒരു അസൽ കല്യാണം. രണ്ട് മതങ്ങളായാലും രണ്ട് മനസ്സുകൾ ഒന്നാകുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യമാണ് ഈ കല്യാണത്തിൻ്റെ പ്രത്യേകത. ഇത് വെറുമൊരു കല്യാണമല്ല. രണ്ട് വിശ്വാസങ്ങൾ, രണ്ട് ആചാരങ്ങൾ, രണ്ട് സംസ്കാരങ്ങൾ, രണ്ട് കുടുംബങ്ങൾ, ഇവയെല്ലാം ഒന്നാകുമ്പോൾ ഉണ്ടാകുന്ന മനോഹരമായ കല്യാണം. ശരിക്കും ഈ കല്യാണത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒറ്റ സന്തോഷമാണ് അവർ രണ്ടുപേരും ഈ ഒരുമിക്കുന്ന ദിവസം. രണ്ട് മതങ്ങളുടെ ആചാരങ്ങളുടെ ആ ഒരു വലിയ മതിലിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു കല്യാണം. സ്നേഹത്തിന് മതമില്ലെന്ന് തെളിയിച്ച രണ്ട് ഹൃദയങ്ങൾ ഇന്നവർ ഒരുമിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. പറഞ്ഞറിയിക്കാത്ത സന്തോഷമുണ്ട്. കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. അങ്ങനെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും സംഭവിക്കാതെ തന്നെ എല്ലാവരുടെയും സന്തോഷത്തോടെ സംഭവബഹുലമായ ഈ കല്യാണം മംഗളകരമായി തന്നെ നടന്നു. ഇനി വരുന്നത് റിസപ്ഷനാണ്. കല്യാണത്തിൻ്റെ പരിപാടിയും ആചാരങ്ങളും കഴിഞ്ഞതോടനെ തന്നെ രണ്ടുപേരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവും. അങ്ങനെ രണ്ടുപേരുടെയും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ റിസപ്ഷൻ തുടങ്ങുന്നതാണ്. അങ്ങനെ നമ്മൾ ചെറുക്കനെയും കൊണ്ട് ഡ്രസ്സ് മാറാൻ കയറി. അപ്പോൾ കഴിഞ്ഞ ശരത്തിൻ്റെ കല്യാണ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ മുംബൈ ഫാമിലി എന്ന് പറയുന്നത് 5 പേരടങ്ങുന്ന 5 പേരുടെ ഫാമിലിയാണ്. അപ്പോൾ അതിൽ ഒരാൾക്ക് വരാൻ പറ്റിയിട്ടില്ല, നമ്മുടെ സുമേഷിന്. അവന് അർജൻറ്റ് ട്രെയിനിങ് നടക്കുകയാണ്. അപ്പം അത് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. അവൻ ലോക്കോ പൈലറ്റാണ്, സർക്കാരിൻ്റെ കാര്യമല്ലേ, അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ നമ്മുടെ സുമേഷ് ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ബാക്കി റിസപ്ഷൻ നിങ്ങൾ കണ്ടു നോക്ക് എങ്ങനെയുണ്ടെന്ന്.
Ladies and gentlemen, we now come to one of the most meaningful moments of the ceremony, the exchange of rings. So let's witness them exchanging the rings. In ancient Rome, wedding guests would break a simple cake of അങ്ങനെ റിംഗ് എക്സ്ചേഞ്ച്, കേക്ക് കട്ടേക്കം, പാട്ട്, ഡാൻസ് എല്ലാം കൊണ്ട് കളർഫുൾ കല്യാണമായിരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് കല്യാണം നടന്നു. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ രണ്ട് മതങ്ങളുടെ മതിലുകളെ ഒരുമിച്ച് ചേർത്ത് കൈ പിടിച്ച് രണ്ടുപേരും ജീവിതത്തിലേക്ക് നടന്നു കയറിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മുന്നോട്ടുള്ള ജീവിതവും വളരെ സന്തോഷകരമായിട്ട് പോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും വിചാരിക്കുന്നു. കല്യാണ വീഡിയോ എങ്ങനെയുണ്ടെന്നും ഇങ്ങനെയുള്ള കല്യാണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നും മറക്കാതെ കമൻ്റ് അയക്കണം. അപ്പോൾ താങ്ക്